രാമേട്ടാ ഇതെപ്പോ വന്നു? കുറച്ചു നേരമായി നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സാറേ. അന്ന് മേടിച്ച കാശ്. അയ്യോ, ഇതൊക്കെ രാമേട്ട തന്നെ വെച്ചോ. കൊച്ചിനിപ്പോ എങ്ങനെയുണ്ട്? ഇളയതിനായിരുന്നു സാറേ കുഴപ്പം. ലെൻസിനൊരു ഓട്ടയുണ്ട്. ശരിയാവുമെന്ന് വിശ്വസിക്കുന്നു. വാ, മഞ്ഞത്തേക്ക് കൊച്ചിന് കൊടുക്കാൻ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടല്ല. എറുമ്പ് കയറേണ്ടെന്ന് വെച്ച് ഞാൻ എടുത്ത് കഴിച്ചു. എന്തായാലും ഇത് മടിച്ചത്താഴോ? ഇപ്പൊ തന്നെ പാട്ടോ കേറുക. എന്റെ മോക്ക് വിശക്കുന്നുണ്ടോ? ഇരിക്കാൻ വേണ്ട. ചേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ്റെ ഇപ്പത്തെ ഈ ഒരു അവസ്ഥയിൽ ചികിത്സയൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ചേട്ടൻ വേറൊരു ജോലിയോട് നോക്കിക്കൂടെ? എൻ്റെ ഈ പണിയല്ലാതെ വേറൊന്നും അറിയത്തില്ല, ചെയ്താലും ഏക്കത്തില്ല. വർഷം കുറേ ആയില്ലേ ഇതുകൊണ്ട് ജീവിക്കുന്നു. അല്ല, ഞാൻ ചോദിച്ചൊന്നുള്ള രാമേട്ടാ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഒരു സന്തോഷമുള്ളൊരു ദിവസമാണത്. ഞങ്ങളൊരു സിനിമ ചെയ്യാൻ പോവാ. എൻ്റെ ഫിനാൻസ് ഒക്കെ റെഡിയായി. സിനിമ ചെയ്യാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. സിനിമ എല്ലാവർക്കും ഒരു അവസരമാണ്. ചിലരത് വിനിയോഗിക്കും, ചിലർ അത് നഷ്ടപ്പെടുത്തും. ചിലർക്ക് കൈവെള്ളയിൽ വന്ന ശേഷം കൈവിട്ടുപോകും. പാലക്കാട്ടെ ഒരു കുഗ്രാമത്തിൽ നിന്ന് 10-40 വർഷം മുമ്പ് അച്ഛൻ്റെ ചായക്കടയിലെ പോസ്റ്റർ കണ്ട് ഭ്രമം കൂടി നാട് വിട്ടു വന്നാ ഞാൻ ഈ കൊച്ചിയില്. ആദ്യമൊക്കെ ക്ലബ് ബോയ് ആയി, പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായി, അസോസിയേറ്റായി. ഒരു സിനിമ തുടങ്ങി. 10ാം ദിവസം പ്രൊഡ്യൂസർ മരണപ്പെട്ടു. അങ്ങനെ അത് പാതി വഴിയിലായി. ഇന്നത്തെ പോലെയല്ലോ സാറേ അന്നത്തെ സിനിമ. രാശിയില്ലാത്ത നവാഗത സംവിധായകന് പിന്നീട് ആരും പടം തന്നില്ല. ജീവിക്കാനായി പിന്നെ തത്രപ്പാട്. എന്റെ അവസ്ഥ കണ്ട് എന്നെ പ്രണയിച്ചൊരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പ്രേമിച്ച് വിവാഹം ചെയ്തു. എന്റെ ജീവിതത്തിൽ നിന്ന് സിനിമ അങ്ങനെ ആകുന്നു. പക്ഷെ ഞാനിപ്പോഴും സിനിമയെ തന്നെയാ സാറുമാരെ. ഓരോ പോസ്റ്റ് ഒട്ടിക്കുമ്പോഴും എനിക്ക് കാണാം ഓരോരുത്തരുടെ വളർച്ചയും മാറ്റങ്ങളും. സിനിമയെ സ്നേഹിച്ച് അലയുന്ന എന്നെ പോലുള്ള ഒത്തിരി പേർ ഇവിടെയുണ്ട്. ഓരോ പ്രതിഭകൾ വരുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, ആർക്കും എന്നെപ്പോലെ ഒരു ഗതി വരുത്തരുത്. മോളെ വന്നു. മോളെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് അല്ലേ സാറേ, മൊബൈൽ ഫോൺ വാങ്ങണം, അതുകൊണ്ട് വിട്ടില്ല. മോക്ക് വലുതാകുമ്പോൾ ആരാധന ഇഷ്ടം? വാ മോളെ, ഞങ്ങൾ പോവാ സാറേ. ചേട്ടാ ഒരു മിനിറ്റ്. മോളെ വന്ന് വാ, ഇത് വെച്ചോട്ടോ കേട്ടോ. ചേട്ടാ ചേട്ടാ ഞങ്ങൾ പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോണാണ്, നല്ല ഫോണാണ്. ചേട്ടൻ ഇത് വെച്ചോ. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി കേട്ടോ. പറ്റുന്ന പോലെ ഞങ്ങൾ സഹായിക്കും. നിങ്ങൾക്ക് നല്ലതേ വരൂ, പരിശ്രമങ്ങൾ ഒരിക്കലും പാഴാവില്ല. പോയി വരട്ടെ. ഇതിപ്പോ മനുഷ്യനെ പ്രാന്താക്കാനായിട്ട് വരും.